വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി ട്രെയിൻ യാത്രയ്ക്കിടെ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി. സൗമ്യ നേരിട്ട പോലുള്ള ക്രൂരകൃത്യമാണ് നടന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ല. 15 വർഷമായി സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ ആരും മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല. ഇനിയെങ്കിലും അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും സുമതി പറഞ്ഞു. ലേഡീസ് കമ്പാർട്ട്മെന്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല. സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് പ്രഹസനമെന്ന രീതിയിൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടന്നു. പിന്നീട് ഒന്നും ഉണ്ടായില്ല. ഇനിയെങ്കിലും നടപടി വേണം. ഇനി ആർക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് അയക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്ത ആ സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിത അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ടും ഇത് സംഭവിച്ചുകൊണ്ട് ഓരോന്ന് ഒന്നിക്കല്ലെങ്കിൽ ഒന്നിക്ക് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി വരരുത്. അതിന് റെയിൽവേ വേണ്ട നടപടികൾ എന്ത് വന്നാൽ ഈ എന്തെങ്കിലും കൂടി വരുമ്പോൾ ഇപ്പോൾ അതപ്പോൾ ഈ ഒരു കാര്യം നടന്നു, ഇനിയിപ്പോൾ എല്ലാവരും കൂടി റെയിൽവേ അങ്ങനെ ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കും ഇങ്ങനെ വെക്കുന്നു പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അത് ചെയ്ത് കാണിക്കും. അതേസമയം 19-കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് FIR. പ്രകോപനത്തിന് കാരണം വഴിമാറിക്കൊടുക്കാത്തത് കൂടെയുണ്ടായിരുന്ന സഹയാത്രികയെയും ചവിട്ടിയിടാൻ ശ്രമിച്ചെന്നും FIR-ൽ പരാമർശമുണ്ട്. പെൺകുട്ടിയെ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും പോലീസ് FIR-ൽ പറയുന്നു. നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.